ഹല്ലേലൂയായിൽ നിന്ന് യോഹന്നാൻ 6:67 യേശു 12 പേരോടായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? അക്കോർഡിംഗ് ടു ജോൺ chapter 6:67, you do not want to leave too, do you? Jesus asked the 12. ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, ഈശോ ഒരിക്കൽ പറയുകയുണ്ടായി, കലപ്പയിൽ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കരുത്. ഇത് നമ്മളോട്, ഇത് എല്ലാവരോടും ഒരുപക്ഷെ ആയിരിക്കണമെന്നില്ല ഈ ഒരു വചനം പറയുക. ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമൂഹത്തോട് ചില പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ, ചില കുറ്റപ്പെടുത്തലുകളിൽ, ചില കുറവുകളിൽ, ഒരുപക്ഷെ നമ്മൾ ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിൽ, ഒരുപക്ഷെ നമ്മൾ കർത്താവേ ഇത്രയൊക്കെ ഞാൻ അങ്ങയോട് ചേർന്ന് നിന്നിട്ടും അങ്ങ് എനിക്ക് എന്തേ ഇത് നൽകാത്തത് എന്നുള്ള ആ ഒരു ചിന്തയിൽ, ഒരുപക്ഷെ മക്കളെക്കുറിച്ചുള്ള ആ വലാതിയിൽ, എൻ്റെ ജീവിതം ഇത്രയും നാൾ കർത്താവേ ഞാൻ അങ്ങയെ സേവിച്ചിട്ടും എൻ്റെ കുടുംബത്തിന് എന്തേ ഇത്രയേറെ തകർച്ച, കുറവ്, എൻ്റെ മക്കൾക്ക് എന്തേ ഇത്രയേറെ കുറവ് എന്നൊക്കെ ഓർത്ത് പ്രയാസപ്പെടുന്ന മക്കളോട് ഈശോ ചോദിക്കുകയാണ്, നീയും പിരിഞ്ഞു പോകുവാൻ ആഗ്രഹിക്കുകയാണോ? നീ പിരിഞ്ഞു പോകുവാൻ, ഇതിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുകയാണോ? ഒരുപക്ഷെ നമ്മുടെ ജീവിത അവസ്ഥകൾ കൊണ്ടായിരിക്കാം, സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, ഒത്തിരിയേറെ പ്രതിസന്ധികളെ ഫേസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം, പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കാം, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഈ ഒരു ദൈവവുമായിട്ടുള്ള അല്ലെങ്കിൽ സഭയുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ധാരയുമായിട്ടുള്ള കൂടുതൽ ആത്മബന്ധം, സാമീപ്യം കൊണ്ട് ഒരുപക്ഷെ നമ്മൾ മറ്റു സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടാകാം. സ്ഥിരമായി ദേവാലയത്തിൽ പോകുന്നത് കൊണ്ട് നീ ഒരു ദേവാലയ ശിശുവാണോ, നീ ഒരു അടിമപ്പണിക്കാരനാണോ, അല്ലെ പള്ളിയിലെ സഭയുടെ അടിമയാണോ എന്ന് ചോദിച്ച് അപകീർത്തിപ്പെടുത്തുന്നത് കൊണ്ടാവാം അങ്ങനെയൊക്കെ നമ്മളെ ഹൃദയത്തിലേക്ക് വ്യസനങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ തോന്നുമ്പോൾ, കർത്താവേ ഞാൻ അങ്ങയോട് ഇത്രയും നാൾ ചേർന്ന് നിന്നിട്ടും ഞാനിപ്പോഴും ഒറ്റപ്പെട്ടു പോവുകയാണല്ലോ, ഞാനിപ്പോഴും എന്നെ എല്ലാവരും തെറ്റിദ്ധരിക്കുകയാണല്ലോ, ഞാനിപ്പോഴും ഒരുപക്ഷെ എൻ്റെ ജീവിതാവസ്ഥയിൽ ഇത്രയേറെ അങ്ങയെ സ്നേഹിച്ചിട്ടും അങ്ങ് എന്നെ സ്നേഹിക്കുന്ന ഒരു പ്രതീതി എനിക്ക് തോന്നുന്നില്ലല്ലോ. ഒരുപക്ഷെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ലോകത്തിൻ്റെതായ ജീവിതചര്യയിലൊക്കെ ജീവിക്കുമ്പോൾ ചില അറിഞ്ഞും അറിയാതെ ചെയ്തു പോകുന്ന ചില തെറ്റുകുറ്റങ്ങൾ, കുറവുകൾ, ഒരുപക്ഷെ നമ്മൾക്കുള്ളിൽ പശ്ചാത്താപം, കുറ്റബോധം, നീറ്റൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ, കർത്താവേ ഞാൻ ഇത്ര പാപിയായിട്ട് അങ്ങയുടെ മുന്നിൽ നിൽക്കുവാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ, ഇങ്ങനെ ഞാൻ മാറി നിന്നോട്ടെ എന്ന് ചോദിക്കുന്ന അവസ്ഥകൾ, ഇങ്ങനെ നിരവധി അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കളോട് ഈശോ ഇന്ന് ചോദിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6:6-7 യേശു നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നുവോ? ശിഷ്യന്മാരോട് ഈശോ ചോദിച്ച ഒരു ചോദ്യമാണ്. ഇത്രയും കാര്യങ്ങളിലൂടെ കടന്നുപോകും, എല്ലാ ദിവസവും എല്ലാ ജീവിതചര്യങ്ങളും എല്ലാം മാറ്റി വെച്ചിട്ട് എൻ്റെ ശരീരം നിങ്ങൾ അപ്പമായി ഭക്ഷിക്കണം, അവ നിങ്ങൾ അങ്ങനെ ഭക്ഷിക്കുവാണെങ്കിൽ ഈ പിതാവിനോട് ചേർന്ന് നിൽക്കാൻ സാധിക്കും, പിതാവിൻ്റെ മക്കളായി തീരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈശോ പഠിപ്പിച്ചപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്നവർക്ക് ഈശോയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ടായി, എല്ലാം പിരിഞ്ഞു പോകുന്നൊരവസ്ഥ. ഈ ഒരവസ്ഥയിൽ ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുവാണ്, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു? അപ്പോൾ പത്രോസ്ലീഹ പറഞ്ഞു, ഞങ്ങൾ എവിടെ പോകാനാണ്? നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശുവല്ലേ, അത് അവൻ നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഈ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ബുദ്ധി മേഖലകളിൽ, നമ്മുടെ വിവേകത്തിൽ, നമ്മുടെ ജ്ഞാനത്തിലെല്ലാം ഉണ്ടാകട്ടെ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഉപേക്ഷിച്ചിട്ട് ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഈ ലോകത്തിലേക്ക് ഇറങ്ങി തിന്നാൽ ഞാൻ എന്തിലാണ് ചെന്ന് വീഴുക എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈശോസ്നേഹം നിറഞ്ഞവരെ, ഈ ഒരു വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് തെറ്റുകളും കുറവുകളും ഒക്കെ മാപ്പ് പറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം കൊണ്ട് നമ്മൾ തളിച്ച് നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ അശുദ്ധമായ ചിന്തകളും നീങ്ങിപ്പോകുവാൻ പ്രാർത്ഥിച്ച് നമുക്ക് ഒരുങ്ങാം. ആമേൻ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു.
ചോദിക്കുന്നു. ജീവൻ